നമസ്കാരം. ഗുജറാത്തിലെ ഭാവ്നഗറിലാണുള്ളത്. ഗുജറാത്ത് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഇന്ന് കേരളത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. ഭാവ്നഗർ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:15 തിരുവനന്തപുരം നോർത്തിലേക്ക് പോകുന്ന എക്സ്പ്രസിനാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഭാവ്നഗർ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തെ ഒരു കാഴ്ചയാണ്. ഇവിടെ ഇപ്പോൾ രാവിലെ അധികം കടകളൊന്നും തുറന്നിട്ടൊന്നുമില്ല. ഞങ്ങൾ ഇവിടുന്ന് നടന്നിട്ട് നേരെ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. വളരെയധികം വൃത്തിയില്ലാത്തൊരു സ്ഥലമാണിത്. ഇവിടെ തന്നെ ഒരു ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട്. ഭാവ്നഗർ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു മെയിൻ ഭാഗം ഇവിടെയാണ്. നല്ല കിടിലൻ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. ഇവിടെ ഇതാ ഭാവ്നഗർ ടെർമിനസ് എന്നൊക്കെ എഴുതിയത് കാണാം. പിന്നെ ഇവിടെ തന്നെ പഴയ ഒരു ലോക്കോമോട്ടീവ് കാണാം. ഇതിൻ്റെ ഇവിടെ തന്നെ ഇതാ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 1 കയറാം. അവിടെയാണ് ട്രെയിൻ വരുന്നതെന്ന് കാണിക്കുന്നത്. ട്രെയിൻ ഇതാ പ്ലാറ്റ്ഫോം നമ്പർ 1 ഷണ്ടിങ് ചെയ്ത് വരികയാണ്. ഇതിലിപ്പോഴും ഭാവ്നഗർ കൊച്ചുവേളി എന്നുള്ള ബോർഡാണുള്ളത്. തിരുവനന്തപുരം നോർത്ത് നിന്നില്ല. ഭാവ്നഗർ ടെർമിനസ് സ്റ്റേഷൻ്റെ കോഡ് BVC എന്നാണ്. ഇവിടെ സ്റ്റേഷൻ എൻഡായി. ഇനി ഇതിൻ്റെ അങ്ങോട്ട് വേറെ ട്രാക്കൊന്നുമില്ല. ഇത് ആ ഭാഗത്താണ് എൻഡ് വരുന്നത്. പിന്നെ ഇവിടെ തന്നെ വഡോദര ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള WP5 കാണാം. ഇതും WP5 തന്നെയാണ്. ഓൾറെഡി ഇതാ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ആകെ 3 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. ഈ ട്രെയിനിൻ്റെ കോച്ചുകളുടെ എണ്ണം പറയാം. 4 അൺറിസർവ്ഡ് ആണുള്ളത്, 4 മുന്നിൽ തന്നെയാണ്. പിന്നെ സ്ലീപ്പർ ക്ലാസ് 7 എണ്ണം, 6 തേർഡ് AC, 2 സെക്കൻഡ് AC, അങ്ങനെയാണ്. ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്ന കോച്ച് സ്ലീപ്പറിൽ S1 ആണ്. അത് ഈ മുന്നിൽ തന്നെയാണ്. 2021 മേഡ് കോച്ചാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ആദ്യം നമുക്ക് തന്നെ കയറാം. നല്ല കോച്ച് തന്നെയാണ്. നല്ല വൃത്തിയുള്ള, എല്ലാം നല്ല രീതിയിൽ തന്നെ ഇവർ ക്ലീനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബെർത്ത് നമ്പർ 43, 46, 46 ഇവിടെയുണ്ട്, 43 ഇവിടെയുണ്ട്. ഈ 2 അപ്പർ ബർത്താണ് നമ്മുടെ ഇത്. പ്രിഫറൻസ് കൊടുത്തെടുത്ത് തന്നെയാണ്. ഇത് ഇവിടെയൊക്കെ ചാർജിങ് പോയിൻ്റൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില ഭാഗത്ത് 3 ചാർജിങ് പോർട്ട് ഉണ്ടാവും. ഇവിടെ 2 എണ്ണമാണ് ഉള്ളത്. ഈ സൈഡിൽ ഓവറിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ചാർജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ചാർജിങ് സോക്കറ്റ് ഉള്ളതൊക്കെ സൈഡ് അപ്പറിൻ്റെ ഇവിടെയാണ്. അപ്പോൾ സൈഡ് അപ്പറിൻ്റെ ആൾ ഇവിടെ കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ സൈഡിൽ ഓവറിലെ ആൾക്കാർ കുറച്ച് ബുദ്ധിമുട്ടി വേണം ഈ ഒരു ചാർജിങ് ഇവിടെ കണക്ട് ചെയ്യാൻ. അത് ചില ട്രെയിനുകൾക്ക് മാത്രമാണ് ഈ ഭാഗത്തായിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതാ ഈ താഴെ ഭാഗത്തായിട്ടാണ് ഉണ്ടാവുക. ഈ ട്രെയിനിന് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് 1.5 മാസം മുന്നെയാണ്. അറിയാമല്ലോ, കാരണം ഈ ഒരു മാസങ്ങളിൽ ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ ഗുജറാത്തിൽ നിന്ന് കേരളത്തിലേക്കൊക്കെ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തത്. ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് ഭാവ്നഗറിൽ നിന്ന് പയ്യന്നൂർ വരെയാണ്. അത് കാരണം എന്ന് വെച്ചാൽ കാസർഗോഡ് വിട്ട് കഴിഞ്ഞാൽ കാഞ്ഞങ്ങാടൊന്നും ഈ ട്രെയിൻ സ്റ്റോപ്പില്ല. പിന്നെ പയ്യന്നൂർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടം വരെ ടിക്കറ്റ് എടുത്തു. ഇവിടുന്ന് പയ്യന്നൂർ വരെ ഒരാൾക്ക് സ്ലീപ്പർ ക്ലാസ്സിന് വന്ന ടിക്കറ്റ് ചാർജ് 765 രൂപയാണ്. വഡോദര ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള WP5 ആണ് ലോക്കോമോട്ടീവ്. തിരുവനന്തപുരം വരെ ഈ ലോക്കോമോട്ടീവ് തന്നെയാണ്. കറക്റ്റ് 10:15 തന്നെ ഭാവ്നഗറിൽ നിന്ന് ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഭാവ്നഗറിന് തിരുവനന്തപുരം നോർത്തിനും ഇടയിൽ ഈ ട്രെയിനിൽ 40 സ്റ്റോപ്പുകളാണുള്ളത്. ഈ ട്രെയിനിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ ഇവിടെ നിന്നാണ്. അതായത് പ്രൈമറി മെയിൻ്റനൻസ്, സെക്കൻഡറി മെയിൻ്റനൻസ് തിരുവനന്തപുരം നോർത്ത് നിന്ന്. ഇപ്പോൾ ഭാവ്നഗറിനോട് വിട. ഒരു ദീർഘയാത്ര ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ട്രെയിനിലെ ഒരു കാര്യം ഇപ്പോൾ എടുത്ത് പറയേണ്ടതുണ്ട്. ഇവിടുത്തെ വാഷ് ഏരിയൻ്റെ ഭാഗമൊക്കെ കണ്ട അടിപൊളിയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇത് എടുത്തതേ ഉള്ളൂ. പക്ഷേ ഈ ടോയ്ലറ്റുകളില്ലേ,
കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ ഭാഗത്തെ ടോയ്ലറ്റും ഈ ഭാഗത്തെ ടോയ്ലറ്റും, അതായത് നമ്മുടെ ഭാഗത്ത് ഈ 2 ടോയ്ലറ്റും കണക്കാണ്. അതായത് ഇവർ ക്ലീൻ ആക്കിയിട്ടേ ഇല്ല. ഈ ഒരു കാഴ്ച കാണിക്കുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്തോ. പക്ഷേ ഇവിടെ തന്നെ ഇതിൻ്റെ ഒരു വൃത്തിയില്ലായ്മ എത്രത്തോളാണെന്ന് കാണണ്ടേ. ഇപ്പോഴിതാ ഇതിൽ മനുഷ്യ വിസർജി ഇപ്പോഴും അതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ ഈ കോച്ചിൻ്റെ ഈ ഭാഗം മാത്രമേ വൃത്തിയായിട്ടുള്ളൂ, അല്ലാതെ ഈ സീറ്റിൻ്റെ ഭാഗമില്ലേ, ഇത് മാത്രമേ വൃത്തിയായിട്ടുള്ളൂ. ഇതൊക്കെ പക്ക മോശമായിട്ടാണുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇത് റെയിൽ മതത്തിൽ കംപ്ലൈൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 139 വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ റെഡിയാക്കും. പക്ഷേ എന്നാലും ഇത്തരത്തിലല്ലേ അവസ്ഥകൾ. റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ ആൾക്കാർ താമസിക്കുന്ന വീടുകളൊക്കെ. ഗുജറാത്തിലെ 5ാമത്തെ വലിയ നഗരമാണ് ഭാവ്നഗർ. എല്ലാം ഒരു പൊടി പിടിച്ച ഏരിയ ആണ്. ഭാവ്നഗറിൽ നിന്ന് ഇപ്പോൾ ട്രെയിൻ എടുത്തതിന് ശേഷം സ്ലീപ്പർ ക്ലാസ്സിൽ കാണുന്ന ഒരു കാഴ്ചയാണ് ആൾക്കാരേ ഇല്ല. ഇതിൽ കൂടുതലും ആൾക്കാർ കയറുന്നത് അഹമ്മദാബാദ് നിന്നാണ്. ഗുജറാത്തിന്റെ ഘടന എന്ന് പറയുന്നത് തന്നെ ഒരു വ്യത്യസ്തമാണ്. നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഭാവ്നഗർ ഭാഗത്താണ്. ഇവിടെ നേരെ എന്താ പറയുക, ഇതിന്റെ അക്കരെ എന്ന് പറയുന്നത് ഇത് നമ്മുടെ കടലിന്റെ ഭാഗമാണല്ലോ. ഇത് കഴിഞ്ഞാൽ ഇവിടെ സൂറത്ത് എത്തും. പക്ഷെ നേരെ പോകാൻ പറ്റൂല. നമ്മളെന്ത് ചെയ്യുക, ഭാവ്നഗർ നേരെ അഹമ്മദാബാദ് വന്നിട്ട് വഡോദര ബറൂച്ചൊക്കെ വളഞ്ഞിട്ടാണ് സൂറത്ത് വഴി പോകുന്നത്. ഒരു വലിയ പാലം ഉണ്ടെങ്കിൽ ഒരു 3 മണിക്കൂറിനുള്ളിൽ സൂറത്ത് എത്തിയേനെ അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഫെറിയൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്, കേട്ടറിവ് മാത്രമാണ്. ട്രെയിൻ ഇപ്പൊ സിഹോർ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. നല്ല മരങ്ങളുണ്ട് സ്റ്റേഷനിൽ, അതുകൊണ്ട് തന്നെ നല്ല തണലാണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. ഇവിടെ എല്ലായിടത്തും കൊച്ചുവേളി തന്നെയാണ്. തിരുവനന്തപുരം നോർത്ത് അനൗൺസ്മെന്റിലും ഇല്ല, ഈ ട്രെയിനിന്റെ നെയിം ബോർഡിലും ഇല്ല. ഈ ഭാവ്നഗർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് വെസ്റ്റേൺ റെയിൽവേന്റെ വണ്ടിയാണ്. ഇവിടെ നിന്നാണല്ലോ ഇതിന്റെ പ്രൈമറി മെയിൻ്റനൻസ്. ഇവിടുന്ന് പോലും ഇത് മര്യാദക്ക് ഇതിന്റെ ടോയ്ലറ്റ് ഒന്നും ക്ലീൻ ആക്കുന്നില്ല. പിന്നെ ഇത് ഇവിടുന്ന് ക്ലീൻ ആക്കാനാണ്. എന്തായാലും തിരുവനന്തപുരത്ത് നല്ല രീതിയിൽ ക്ലീൻ ആക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ ഈ ട്രെയിനിൻ്റെ പേര് ഇപ്പോഴും കൊച്ചുവേളി എന്നാണല്ലോ ഇതിലുള്ളത്. ഈ തിരുവനന്തപുരം നോർത്ത് വന്നിട്ട് എത്ര മാസങ്ങളായി. അതുപോലെ തന്നെ ഈ സിഹോർ ജംഗ്ഷൻ വരാൻ കാരണം പാലിത്താണ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു റൂട്ടുണ്ട്. അത് കാരണമാണ് ഇത് ജംഗ്ഷൻ ആയത്. നിലവിലിപ്പോൾ ഇവിടെ 40 ഡിഗ്രിയാണ് ചൂട്. അടുത്തൊരു സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ധോള ജംഗ്ഷൻ അത്യാവശ്യം വലിയൊരു സ്റ്റേഷൻ തന്നെയാണ്. ഈ വണ്ടീനെ നമ്മൾ ഓവർടേക്ക് ചെയ്യുകയാണ്. അവിടെ ഒരു പാസഞ്ചറിനെ കാണാം. ട്രെയിൻ ഇപ്പോൾ ബോട്ടാദ് ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത്. ഈ ഭാഗത്തൊന്നും ഒരു കടകൾ പോലും ഇല്ല. ഞങ്ങൾ വല്ല ബിസ്ക്കറ്റായിട്ടും കിട്ടുമോയെന്ന് നോക്കിയിരുന്നു, അതുമില്ല. പാൻട്രി ഉണ്ട്, പക്ഷെ പാൻട്രിയിൽ നിന്നുള്ള ഫുഡൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. അതായത് ഫുഡ് പറഞ്ഞാൽ പാൻട്രി ഫുഡൊന്നും കഴിക്കുന്നില്ല. ഈ ബിസ്ക്കറ്റ്, കേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ല, അതുപോലും വന്നിട്ടില്ല ഇതുവരെ. S1 തൊട്ട് ഇപ്പുറത്തുള്ളത് അൺറിസർവ്ഡ് കോച്ചാണ്. അൺറിസർവ്ഡൊന്നും ഇല്ല, തിരക്കൊന്നുമില്ല. ഒരുപാട് സീറ്റുകൾ വേക്കൻ്റ് ആയിട്ട് കാണാം. അഹമ്മദാബാദ് എത്തിയാൽ പിന്നെ എല്ലാം ഫുള്ളായിക്കോളും. ഒരു നദിയാണിത്, വറ്റി വരണ്ട് കിടക്കുക. നല്ല ചൂടാണല്ലോ. സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യാണ്.
സമയത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ധാരാളമായി വെള്ളം കുടിക്കണം. ഇതിപ്പോൾ പാൻട്രിയിൽ നിന്ന് വന്നൊരു വെള്ളമാണ്. അതായത് നമ്മളിപ്പോൾ 2 ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഹില്ലി ആക്വ, ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതൊക്കെ ധാരാളം എന്തായാലും കുടിക്കും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ പാൻട്രിയിലത്തെ ഫുഡ് വാങ്ങിക്കുന്നില്ല, അഹമ്മദാബാദ് എത്തിയ ശേഷമേ കഴിക്കുന്നുള്ളൂ. ഞങ്ങൾ ഓൺലൈൻ വഴി ഓർഡർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ IRCTCൻ്റെ ഫുഡ് ഓൺ ട്രാക്ക് വഴി ബുക്ക് ചെയ്യാം, സൊമാറ്റോ, സ്വിഗ്ഗി ഈ വഴിയൊക്കെ ബുക്ക് ചെയ്യാം. ഞങ്ങൾ സൊമാറ്റോ വഴിയാണ് ബുക്ക് ചെയ്തത്. PNR അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്യാൻ പറ്റും. അതിൽ നല്ലൊരു റേറ്റിംഗ് ഉള്ള റെസ്റ്റോറൻറ്റ് നോക്കി വെജ് മീലാണ് സെലക്ട് ചെയ്തത്. IRCTCൻ്റെ ഫുഡ് ഓൺ ട്രാക്ക് വഴി ഭക്ഷണം ബുക്ക് ചെയ്യുമ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കാൻ പറ്റും. പക്ഷേ സൊമാറ്റോയിൽ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കാൻ പറ്റില്ല, പേയ്മെൻറ്റ് നേരത്തെ തന്നെ ചെയ്യണം. ട്രെയിൻ ഇപ്പോൾ ജൊറാവർ നഗർ എന്നൊരു സ്റ്റേഷനിലെത്തിയേ. ഇവിടെ ഒന്നും പ്ലാറ്റ്ഫോം ഇല്ല, ആകെ ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് ഈ സ്റ്റേഷനിലുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന ഈ ട്രെയിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ ട്രെയിൻ ആദ്യമായി ഓടിത്തുടങ്ങിയ വർഷം 2011 5 സംസ്ഥാനങ്ങൾ വഴിയാണ് നമ്മൾ ട്രെയിൻ കടന്നു വന്നത്. ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത് അഹമ്മദാബാദാണ്. 135 കിലോമീറ്റർ പോകാനുണ്ട്. അതിനിടയിൽ സുരേന്ദ്രനഗർ ജംഗ്ഷൻ വഴി നമ്മൾ കയറുന്നില്ല, ബൈപ്പാസ് വഴിയാണ് നമ്മൾ പോകുന്നത്. വിറങ്കം എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വരാനുണ്ട്, പക്ഷെ അവിടെ സ്റ്റോപ്പും ഇല്ല. ഈ കാണുന്ന ട്രാക്കില്ലേ, ഇത് നേരെ സുരേന്ദ്രനഗർ ജംഗ്ഷനിലേക്ക് പോകുന്നതാണ്. അതായത് ഭാവ്നഗർ ഓക്ക എക്സ്പ്രസ് ഒക്കെ ഇതുവഴിയാണ് പോവുക. നേരത്തെ കഴിഞ്ഞ സ്റ്റേഷനില്ലേ, അതിൻ്റെ അടുത്ത് തന്നെയാണ് സുരേന്ദ്രനഗർ. ഇവിടെ ഒരു ഡബിൾ ഡെക്കർ കണ്ടെയ്നറിനെ കാണാതാ, ഇവിടെ നിർത്തിയിട്ടാണല്ലോ ഉള്ളത്. ഇതുപോലെയുള്ള വണ്ടികൾ നമ്മുടെ നാട്ടിലോട്ട് വരില്ല, കാരണം ഇതിന് കുറച്ച് ഹൈറ്റ് വേണം. അതായത് അതിൻ്റെ ഒരു പാൻറ്റോഗ്രാഫ് ഹൈറ്റിൽ വെക്കാൻ പറ്റുന്ന ട്രാക്ക് വഴി ഇതിന് പോകാൻ പറ്റുള്ളൂ. ഒരുപാടുണ്ട് ഇത്. ഭുജിന്ന് വന്ദേ മെട്രോയിൽ കയറി ഞങ്ങൾ ഇവിടെയാണ് ഇറങ്ങിയത്. പിന്നെ ഇവിടുന്ന് നേരെ രാജ്കോട്ടിലേക്ക് പോയി. വിറങ്കം ഈ പോക്ക് കണ്ടിട്ട് ഇവിടെ നിർത്തുന്ന ഒരു ലക്ഷണം കാണുന്നുണ്ടല്ലോ. ഇനി ഇവിടുന്ന് 65 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അഹമ്മദാബാദിലേക്ക്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. എങ്ങാനും ഈ ട്രെയിൻ നിർത്തിയാൽ ഇതിലോട്ട് കയറാനാണ് ഈ ചേട്ടൻ നോക്കുന്നത്. എന്തായാലും നിർത്തിയാൽ കയറും ആൾക്കാരൊക്കെ. അഹമ്മദാബാദ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സബർമതി ജംഗ്ഷൻ സ്കിപ്പ് ചെയ്യാണ്. ഈ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നർമ്മദ നദി നമ്മൾ ക്രോസ് ചെയ്യും. ഈ തൊട്ട് മുന്നിലായി ഒരുപാട് പില്ലറുകൾ കാണുന്നില്ലേ, അത് മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ പ്രൊജക്റ്റിൻ്റേതാണ്. അതായത് ബുള്ളറ്റ് ട്രെയിൻ. ഒരുപാട് മാറി. കാരണം എന്താ അറിയോ, ഞങ്ങൾ ഇതിന് മുന്നേ വന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. നല്ല മാറ്റം വന്നു. നല്ല ഫ്രഷ് വാട്ടർ. ഈ ചൂട് സമയത്ത് ഈ വെള്ളമൊക്കെ ഇങ്ങനെ കാണുമ്പോണ്ടല്ലോ കുളിക്കാൻ തോന്നുക. നല്ല റോഡുകളാണ് ഇവിടെ. ബുള്ളറ്റ് ട്രെയിൻ മുഴുവനും
മുകൾ ഭാഗത്തൂടെ തന്നെയാണ് പോകുന്നത്. കാരണം പാലമൊക്കെ കെട്ടി നല്ല വേഗത്തിൽ പോകേണ്ട തന്നെയാണല്ലോ. ബുള്ളറ്റ് ട്രെയിൻ വന്നാൽ പിന്നെ ഗുജറാത്തൊക്കെ ടോട്ടലി മാറും. എന്ത് പറഞ്ഞാലും എല്ലാം ആദ്യം വരുന്നത് ഗുജറാത്തിലേക്കാണ്. ട്രെയിനിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിലും വന്ദേ ഭാരത്, അതുപോലെ വന്ദേ മെട്രോ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം എല്ലാം ഉള്ളത് ഗുജറാത്തിൽ തന്നെയാണ്. നമ്മുടെ നാട്ടിലോട്ടും ഇതുപോലെയൊക്കെ ഉള്ളതൊക്കെ വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇവിടുന്ന് ബുക്ക് ചെയ്ത ഭക്ഷണം കിട്ടും, ബർത്ത് തന്നെ കൊണ്ടുതരും. 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് 3:20 എടുക്കുള്ളൂ. 3:13 ആയതേ ഉള്ളൂ. നമ്മളിപ്പോൾ സൊമാറ്റോനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. ഇപ്പോൾ ഭക്ഷണം ഇതാ കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. കിട്ടി സാധനം കറക്റ്റ് സമയത്ത് തന്നെ കിട്ടിയല്ലേ. ഞങ്ങൾ ബുക്ക് ചെയ്തത് ഇതാണ്, വെജ് താലിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതാ പപ്പടമൊക്കെ ഉണ്ട്. പിന്നെ ഗുജറാത്തിൽ നമ്മൾ താലി ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതാ സംഭാരമൊക്കെ കിട്ടും. അതോടൊപ്പം തന്നെ ഇതാ നമുക്ക് ജീരകവും അതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ ടിഷ്യൂവും സ്പൂണും. ഇനി ഇതിൻ്റെ അകത്ത് കറികളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണ്ടേ. ബസുമതി റൈസാണ്, പിന്നെ പരിപ്പ് കറി, അതായത് ദാല്, സവാളയുണ്ട്, ഗുലാബ് ജാമുനുണ്ട്, 3 റൊട്ടിയുണ്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അച്ചാറുണ്ട്. പിന്നെ ഇത് പനീറാണ്. പിന്നെ ഇതൊരു വെജിറ്റബിൾ കറിയും. അപ്പം ഇതാണ് ഒരു താലിയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. പിന്നെ ഇതാ പപ്പടവും. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ട്രെയിനിൻ്റെ നമ്പർ 192-60 എന്നാണ്. ഈ ട്രെയിനിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിലൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. അതായത് ഈ ട്രെയിൻ വെസ്റ്റേൺ റെയിൽവേൻ്റെ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഭാവ്നഗറിൽ നിന്ന് പുറപ്പെട്ട് തിരുവനന്തപുരം നോർത്തിലേക്കാണ്. ഈ ട്രെയിൻ പുറപ്പെടുന്നത് കർണാടകയിലെ ഒരു റെയിൽവേ സ്റ്റേഷനൊന്നുമല്ല. പക്ഷേ ഇതിൻ്റെ പല കോച്ചുകളിലും അതിൻ്റെ ബോർഡില്ലേ കന്നഡയാണുള്ളത്. അതായത് ആ കർണാടകയിൽ എത്തിച്ചേരുന്നതോ അല്ലെങ്കിൽ പുറപ്പെടുന്നതോ അല്ലാന്ന് മനു ഓൾറെഡി പറഞ്ഞു. അതിലൂടെ പോകുന്നത് മാത്രമേ ഉള്ളൂ. മലയാളം ഇല്ല. ഗുജറാത്തിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിനേക്കാളും ഉള്ളത്, അതായത് നമ്മുടെ കോച്ചിലടക്കം ഉള്ളത് കന്നഡയിലാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന S1 കോച്ചിൻ്റെ ഈ ബോർഡ് കാണിച്ചു തരാം. ഇതാ ഇവിടെ നോക്കിക്കോ, ഇത് കന്നഡയാണ്. അങ്ങനെ ഓരോ കോച്ചിലും കൂടുതലായിട്ടുള്ളത് കന്നഡ തന്നെയാണ്. ട്രെയിൻ ഇപ്പോൾ നദിയാട് ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. ഇന്ത്യയുടെ പാൽ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ആനന്ദിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. ഇവിടെ അമൂലിൻ്റെ ഒരുപാട് മിൽക്ക് പ്ലാന്റുകളും അതുപോലെ തന്നെ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിലൂടെ ഒരു ട്രാക്ക് ഉണ്ട്, അതുവഴിയാണ് ഗോദ്രയിലേക്ക് പോകുന്ന ഒരു ലൈൻ. ഇവിടുന്ന് 80 കിലോമീറ്ററാണ് ഗോദ്രയിലേക്ക്. 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വന്നത്. ഞങ്ങൾ ഇവിടുന്ന് 2 മാംഗോ ബാർ വാങ്ങിച്ചിരിക്കുകയാണ്. നല്ല ചൂടല്ലേ, നല്ല ആശ്വാസമാണല്ലോ ഇത്. വഡോദര എത്താനായി. ഇവിടെ ബുള്ളറ്റ് ട്രെയിനിലെ പാലങ്ങളൊക്കെ കാണാം. അതണ്ട, ഇവിടെ പിന്നെയും പണികളൊക്കെ നല്ല രീതിയിലായി. അതിൻ്റെ സ്റ്റേഷനാണ് ഇവിടെ കാണുന്നത്. അഞ്ച് 10 ട്രെയിൻ ഇതാ വഡോദര ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേഷൻ്റെ കോഡ് BRC എന്നാണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. ഇവിടെ 5:17 എത്തി. 5:22 വണ്ടി എടുക്കേണ്ടത്. പക്ഷേ ബിഫോർ ടൈമിനെ വണ്ടി എത്തി. ഒരുപാട് നേരം വണ്ടി ഇവിടെ നിൽക്കും.
നല്ല തിരക്കുള്ള ഒരു സ്റ്റേഷൻ തന്നെയാണിത്. അഹമ്മദാബാദ് കഴിഞ്ഞാൽ ഗുജറാത്തിലെ രണ്ടാമത്തെ വലിയ റെയിൽവേ സ്റ്റേഷനാണ് വഡോദര. ഈ വഡോദരന മുമ്പ് അറിയപ്പെട്ടിരുന്നത് ബറോഡ എന്നാണ്. അതുപോലെ തന്നെ ഗുജറാത്ത് സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ നഗരമാണ് വഡോദര. അതുപോലെ തന്നെ വെസ്റ്റേൺ റെയിൽവേയിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് ലോക്കൽ ഷെഡ് ഉള്ളത് വഡോദരയിലാണ്. ഞങ്ങൾ വീണ്ടും 2 ഐസ്ക്രീമും കൂടെ വാങ്ങിച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ കടകളിലൊക്കെ ലസ്സിയൊക്കെ ഉണ്ട്. ഏതൊക്കെയോ ട്രെയിനുകളൊക്കെ അവിടെ വരുന്നുണ്ട്. വണ്ടി പുറപ്പെടാനായില്ല. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളിലൊന്നായ നർമ്മദ റോഡ് അതുവഴിയാണ്. നല്ല വെള്ളമുണ്ട്. ട്രെയിൻ ഇത് അങ്കലേശ്വർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോഴാണ് ചൂടൊന്ന് കുറഞ്ഞു വരുന്നത്. ഇത്രയും നേരം ഫോണൊന്ന് ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഐഫോണിലേക്കൊന്നും ചാർജിങ് അവിടെ പ്ലഗ് ചെയ്ത് വെച്ചാൽ പോലും കയറുന്നില്ല. പിന്നെ ഞങ്ങൾ ഭാവനഗറിൽ നിന്ന് ഏകദേശം ഇവിടം വരെ 7-8 കുപ്പിയോളം വെള്ളം ഇതുവരെ കുടിച്ച് തീർത്തു. മിക്കവാറും ഇനിയും വേണ്ടി വരും. കാരണം അത്രമാത്രം ദാഹമാണ്. പിന്നെ അടുത്ത സ്റ്റോപ്പ് വരുന്ന സൂറത്താണ്. അതായത് നമ്മുടെ രാത്രിക്കുള്ള ഫുഡ് നമ്മൾ ഓൺലൈൻ വഴി വാങ്ങാൻ തന്നെയാണ് തീരുമാനം. ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ്. ഒരു മെമു വരികയാണ്. വന്ദേ ഭാരത്. ട്രെയിൻ ഇതാ സൂറത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിവിടെ നേരത്തെ എത്തേണ്ടതാണ്. ഔട്ടറിൽ കുറച്ച് നേരം നിന്നു. ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടുന്ന സൂറത്ത് ഗുജറാത്തിലെ രണ്ടാമത്തെ വലിയ നഗരമാണ്. ഈ ട്രെയിൻ ഇവിടെ 10 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത ഭക്ഷണമൊക്കെ കറക്റ്റ് നമ്മുടെ ബെർത്തിൽ തന്നെ കൊണ്ടുവന്ന് തന്നു. അതുപോലെ തന്നെ നമ്മൾ ഗുജറാത്തിൽ കുറേ ദിവസമായി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഗുജറാത്തിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഈ ട്രെയിനിന്റെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് മഹാരാഷ്ട്രയിലെ വസേ റോഡാണ്. ഒരു 215 കിലോമീറ്റർ എന്തായാലും പോകേണ്ടി വരും. സൂറത്ത് നിന്ന് ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. നൈറ്റ് സിറ്റിയുടെ വ്യൂ കണ്ട. ഈ ഭാഗത്തായി കാണുന്നത് വമ്പൻ ഹോട്ടലുകളാണ്. സൂറത്ത് അടിപൊളിയാണ്. ഞങ്ങൾ എന്തായാലും സൂറത്ത് സിറ്റിയിലേക്ക് വരുന്നുണ്ട്. ബാക്കി ഗുജറാത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലായിടത്തും പോയി എക്സ്പ്ലോർ ചെയ്തു. സൂറത്ത് അധികം ഞങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ സ്കൂട്ടർ എടുത്തിട്ടാണ് വന്നത് ഇവിടത്തേക്ക്, കേരള കാശ്മീർ യാത്രയിൽ. രാത്രിക്ക് 2 ഹൈദരാബാദി വെജിറ്റബിൾ ബിരിയാണിയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതാണ്
ബിരിയാണി. ഇപ്പോൾ ബസ്മതി റൈസ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ സാലഡ് ഉണ്ട്, പിക്കിളുണ്ട്, പിന്നെ ടിഷ്യൂ ഉണ്ട്, ഒരു പ്ലേറ്റും ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കഴിക്കാൻ പറ്റില്ല, നമുക്കിവിടെ സെപ്പറേറ്റ് പ്ലേറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഇതിലോട്ട് ഇത് മാറ്റാം. നല്ല രീതിയിൽ തന്നെ എരിവുണ്ട്, അതായത് ഇതിൻ്റെ കളർ കാണുന്നത് പോലെ തന്നെയാണ്. ഞങ്ങൾ നേരത്തെ വാങ്ങിച്ചു വെച്ചല്ലോ, അതുകൊണ്ട് ചൂടൊന്നുമില്ല. ഗുജറാത്ത് നിന്നൊക്കെ മാറി അങ്ങനെ നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് എത്തിയിരിക്കുകയാണ്. വസൈ റോഡ് സ്റ്റേഷനിലേക്കൊരു 2 കിലോമീറ്റർ കൂടെ ഉള്ളൂ. 10 മണി കഴിഞ്ഞു. ഈ സ്ലീപ്പർ ക്ലാസ്സിൻ്റെ അകത്ത് തന്നെ വെയിറ്റ്ലെസ് ടിക്കറ്റുകാരോ അതുപോലെ തന്നെ അൺറിസർവ്ഡ് ടിക്കറ്റുകാരോ ആരും തന്നെ കയറുന്നില്ല. അല്ലെങ്കിൽ ഒരു മോശമായിട്ട് അനുഭവം ഭാവനഗറിൽ കയറിയ ഇവിടെ ഒന്നും ഉണ്ടായില്ല. നമ്മുടെ സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത ആൾക്കാർ മാത്രമേ ഇതിലുണ്ടായുള്ളൂ. ഗുജറാത്തിലെ ഭാവനഗറിൽ നിന്നും 743 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ മഹാരാഷ്ട്രയിലെ വസൈ റോഡ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 10:25 ഇവിടെ 10:30 10:35 അതായത് 5 മിനിറ്റാണ് ഇവിടെ സ്റ്റോപ്പ്. മറ്റേ നേരത്തെ എത്തി. മുംബൈ AC ലോക്കലാണ് അവിടെ കാണുന്നത്. ഇവിടെ തന്നെയാണ് പ്ലാറ്റ്ഫോം. മുംബൈയിലേക്ക് ആൾക്കാർ ട്രെയിൻ നിർത്തുന്നതിന് മുന്നേ തന്നെ ചാടി ഇറങ്ങും. ഇവിടുന്ന് ഇനിയിപ്പോൾ അൺറിസർവ്ഡിലേക്ക് ആൾക്കാരൊക്കെ കയറുന്ന കാണാം. എന്നാലും സീറ്റുകളൊക്കെ ഉണ്ട്, വലിയ തിരക്കൊന്നുമില്ല. പിന്നെ ഇവിടെ മഡ്ഗാവ് ബാന്ദ്ര എക്സ്പ്രസ് ഉണ്ട്. അത് ഇവിടെ വന്ന് ഇവിടുന്ന് ലോക്കോ റിവേഴ്സിൽ ചെയ്തിട്ടാണ് ഇനിയിപ്പോൾ നേരെ ബാന്ദ്രയിലേക്ക് പോവുക. അപ്പോൾ ഇവിടെ ഇനിയിപ്പം നമ്മുടെ ട്രെയിൻ ഒരുപാട് നേരമുണ്ട്, കാരണം നേരത്തെ വന്നല്ലോ. വസൈ റോഡ് സ്റ്റേഷനിൽ മറൈൻ ഡ്രൈവിലേക്ക് 50 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അതുപോലെ തന്നെ ചർച്ച് ഗേറ്റ്, മുംബൈ സെൻട്രൽ, അന്തേരി, ദാദർ, ബാന്ദ്ര ഭാഗത്തേക്കുള്ള ലോക്കൽ ട്രെയിനൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടുകയും ചെയ്യും. ഇനി ഈ ട്രെയിൻ കടന്നു പോകുന്നത് പനവേൽ രത്നാഗിരി വഴിയാണ്. നാളെ രാവിലെ നമുക്ക് ഗോവ സൈഡ് എത്തിയ ശേഷം കാണാം. പിന്നെ കർണാടക, പിന്നെ നമ്മുടെ കേരളം. അപ്പോൾ ഭാവനഗർ എന്നല്ല, ഈ ട്രെയിനിൻ്റെ 1ാമത്തെ ഭാഗം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. 2ാമത്തെ പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു മെമ്മൻസിലോട്ട് ബൈ.